പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 31-ാമത്തെ പേജിലാണ്. ലെറ്റസ് റിവൈൻഡ് ആൻഡ് റിജോയ്സ് എന്നുള്ള ആ പാഠഭാഗമാണ്. ലെറ്റസ് റിവൈൻഡ് ആൻഡ് റിജോയ്സ് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. റിവൈൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവിഷൻ നടത്താം എന്നുള്ളതാണ് നമ്മളോട്, അല്ലെങ്കിൽ പിറകോട്ടൊന്ന് പോയി നോക്കാം എന്നുള്ളതാണ്. എന്നിട്ട് റിജോയ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനന്ദിക്കുക. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷൻ ആണ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, വാട്ട് ഈസ് ദ ഒക്കേഷൻ ഓഫ് മാർക്ക് ആന്റണി സ്പീച്ച്? എന്താകുന്നു മാർക്ക് ആന്റണിയുടെ സ്പീച്ചിന്റെ ആ അവസരം? ഒക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം, അവസരം, ഓക്കെ, അല്ലെങ്കിൽ കേസ്, അല്ലെങ്കിൽ ആ നടക്കുന്ന പ്രശ്നം, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടത്. മാർക്ക് ആന്റണി സ്പീച്ച്, മാർക്ക് ആന്റണിയുടെ സ്പീച്ച്, ആ മാർക്ക് ആന്റണി അങ്ങനെ ഒരു പ്രസംഗം നൽകുന്നതിന് ഉണ്ടായ കാരണം, അല്ലെങ്കിൽ അവസരം, അല്ലെങ്കിൽ സമയം, അല്ലെങ്കിൽ കാരണം ഒക്കെയാണ്, കോസ്, ഇതൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, the occasion of Mark Antony's speech was Brutus and Cassius conspired together to assassinate Julius Caesar. അതായത് the occasion എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസരം, ഓഫ് മാർക്ക് ആന്റണി സ്പീച്ച്, മാർക്ക് ആന്റണിയുടെ സ്പീച്ച് പറയുന്നതിനുള്ള അവസരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാസ് ആയിരുന്നു. ബ്രൂട്ടസ് ആൻഡ് കോസ്യൂസ്, ബ്രൂട്ടസും കോസ്യൂസും എന്ത് ചെയ്തു? കോൺസ്പേർഡ്, അതായത് ആരും അറിയാതെ പദ്ധതികൾ തയ്യാറാക്കിയെടുക്കുകയായിരുന്നു, ഗൂഢാലോചന നടത്തി, ടുഗെദർ ഒന്നിച്ച്, ടു അസാസിനേറ്റ് ജൂലിയസ് സീസർ, ജൂലിയസ് സീസറിനെ അസാസിനേറ്റ്, കൊല ചെയ്യുവാനായിട്ട്. ഓക്കെ, അതായിരുന്നു ഒക്കേഷൻ. ഓക്കെ, ആഫ്റ്റർ ദ അസാസിനേഷൻ, ആഫ്റ്റർ അസാസിനേഷൻ, അതായത് ആഫ്റ്റർ ദ അസാസിനേഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ, എന്ത് ആഫ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട്, ദ അസാസിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊലപാതകം. സീസേഴ്സ് ക്ലോസ് ഫ്രണ്ട്, സീസറിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് മാർക്ക് ആന്റണി, മാർക്ക് ആന്റണി ഡെലിവേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞു എന്നുള്ള ഒരു അർത്ഥമാണ്, അല്ലെങ്കിൽ എ പവർഫുൾ ഫ്യൂണറൽ ഒറേഷൻ, അതായത് ഫ്യൂണറൽ ഒറേഷൻ എന്ന് വെച്ച് കഴിയുമ്പോൾ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ആ ആളുടെ അടുത്ത് നിന്ന് ആ ആളെ കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു നല്ല കുറച്ച് വാക്കുകളാണ്. അപ്പൊ ആ ഫ്യൂണറൽ ഒറേഷൻ ദാറ്റ് സ്റ്റിമുലേറ്റഡ് ദ ഹാർട്ട്സ് ഓഫ് ദ റോമൻ പീപ്പിൾ. സ്റ്റിമുലേറ്റഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ടിവേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ആളുകളുടെ ഹൃദയത്തിൽ ഒരു വികാരത്തെ ഉൾക്കൊള്ളിച്ചു. ഓക്കെ, ദ ഹാർട്ട്, ഹൃദയം, ഓഫ് ദ റോമൻ പീപ്പിൾ, റോമിലുള്ള ജനങ്ങളെ, ടു മൂവ് എഗനസ്റ്റ്, മൂവ് ചലിക്കുക, എഗനസ്റ്റ് എന്ന് വെച്ചാൽ വിപരീതമായിട്ട്, ബ്രൂട്ടസ് ആൻഡ് ഹിസ് കമ്പാനിയൻസ്, ബ്രൂട്ടസിനും അദ്ദേഹത്തിന്റെ കമ്പാനിയൻസിനും എതിരായിട്ട് ചലിക്കുവാനായിട്ടും അത് കാരണമാക്കി തീർത്തു. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദ സ്പീച്ച്? എന്തായിരുന്നു ഈ മാർക്ക് ആന്റണിയുടെ സ്പീച്ചിന്റെ പർപ്പസ് എന്നാണ് നമ്മളോട് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്തായിരുന്നു മാർക്ക് ആന്റണിയുടെ സ്പീച്ചിന്റെ പർപ്പസ്. ബ്രൂട്ടസ് ആൻഡ് കോസ്യൂസ് അറേഞ്ച്ഡ് എ കോൺസ്പിറൻസി ദാറ്റ് കൾമിനേറ്റഡ് ഇൻ ദ അസോസിയേഷൻ ഓഫ് ജൂലിയസ് സീസർ. അതായത് ബ്രൂട്ടസും അതുപോലെ തന്നെ കോസ്യൂസും അറേഞ്ച് ചെയ്തു വെച്ചാൽ ക്രമീകരിച്ചു, എ കോൺസ്പിറൻസി, ഒരു ഗൂഢാലോചന, ദാറ്റ് കൾമിനേറ്റഡ്, അത് അവസാനം എത്തിയപ്പോൾ, ഓക്കെ, എന്തായിത്തീർന്നു, ഇൻ ദ അസാസിനേഷൻ, അസാസിനേഷൻ എന്ന് വെച്ചാൽ കൊലപാതകം, ഓഫ് ജൂലിയസ് സീസർ, ജൂലിയസ് സീസറിന്റെ കൊലപാതകത്തിലെത്തി അവരുടെ ഗൂഢാലോചന. ഇൻ ദ ആഫ്റ്റർമെത്ത്, ആ കൊലപാതകത്തിന് ശേഷം, മാർക്ക് ആന്റണി സീസേഴ്സ് ഡിവോട്ടഡ് ഫ്രണ്ട്, അതായത് സീസറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട മിത്രം, ഡെലിവേർഡ്, അതായത് നൽകി, എ ഇൻസ്പയറിംഗ് ഫ്യൂണറൽ, ഒരു എല്ലാവർക്കും പ്രചോദനം നൽകുന്ന, ഇൻസ്പയറിംഗ് എന്ന് വെച്ചാൽ പ്രചോദനം നൽകുന്ന, ഫ്യൂണറൽ ഒറേഷൻ, അതായത് ഫ്യൂണറൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശവസംസ്കാരം, ഒറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പ്രസംഗം. ദാറ്റ് കൺവിൻസ്ഡ്, അത് ആളുകളെ ബോധ്യപ്പെടുത്തി, ദ ഹാർട്ട്സ് ഓഫ് ദ റോമൻസ്, ദ ഹാർട്ട് ഓഫ് ദ റോമൻസ്, അതായത് റോമൻസിന്റെ ഹൃദയങ്ങളെ ബോധ്യപ്പെടുത്തി. എന്താണ്? പീപ്പിൾ, എന്താണ്? പീപ്പിൾ എഗനസ്റ്റ് ദ കോൺസ്പിറേറ്റേഴ്സ്, അതായത് ആ ആളുകൾക്ക് എന്താണ്? കോൺസ്പിറേറ്റേഴ്സിന് എതിരാകുവാനായിട്ട് ആളുകളെ ബോധ്യപ്പെടുത്തിയെടുത്തു. എഗനസ്റ്റിനെതിരായി കോൺസ്പിറേറ്റേഴ്സിന്റെ ഗൂഢാലോചന നടത്തിയവർ. സോ ദ പർപ്പസ് വാസ് ടു ടേൺ, സോ അതുകൊണ്ട് ദ പർപ്പസ്, ലക്ഷ്യം, വാസ് ടു ടേൺ ദ പബ്ലിക്, അതായത് ആളുകളെ തിരിക്കുക എന്നുള്ളതായിരുന്നു. ദ പബ്ലിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുജനങ്ങളെ, ആങ്കർ, പൊതുജനങ്ങളുടെ ദേഷ്യത്തെ, എഗനസ്റ്റ്, എതിരായി, ബ്രൂട്ടസ് ആൻഡ് ഹിസ് കമ്പാനിയൻസ്, ബ്രൂട്ടസിനും അവന്റെ മിത്രങ്ങൾക്കും എതിരായിട്ട് പൊതുജനങ്ങളെ തിരിക്കുക എന്നതായിരുന്നു അതിന്റെ ലക്ഷ്യം. ഓക്കെ, ഇനി മൂന്നാമത്തെ ചോദ്യം, ഹൗ ഡസ് ആന്റണി യൂസ് റിട്രോട്ടിക് ടു മാനിപ്പുലേറ്റ് ദ ക്രൗഡ്? എങ്ങനെയാണ് ആന്റണി ഈ റിട്രോട്ടിക് മെത്തേഡ് ഉപയോഗിച്ചത്? എന്തിനാണ്? ഈ ജനങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ആളുകളെ അവന്റെ സ്വാധീന വലയത്തിലാക്കുവാനായിട്ട് എന്താണ് ചെയ്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മാർക്ക് ആന്റണി സ്കിൽഫുള്ളി യൂസസ് റിട്രോട്ടിക്കൽ ലാംഗ്വേജസ്, അതായത് മാർക്ക് ആന്റണി എന്താണ് ചെയ്തിരിക്കുന്നത്? ഈ റിട്രോട്ടിക്കൽ ലാംഗ്വേജ് അല്ലെങ്കിൽ വെർബൽ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്താണ്? ഈ ആളുകളുടെ അടുത്ത് പ്രസംഗം പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ശൈലി, അതിനെയാണ് റിട്രോട്ടിക്കൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ മാർക്ക് ആന്റണി എന്താണ്? സ്കിൽഫുള്ളി, അതായത് വളരെ
പാടവമുള്ള ഒരു മനുഷ്യനെ പോലെ എന്ത് ചെയ്തു, യൂസസ് ഉപയോഗിച്ചു, റിട്രോട്ടിക്കൽ ലാംഗ്വേജ്, പ്രസംഗത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചു, പ്രസംഗ ശൈലി ഉപയോഗിച്ചു. ഇൻ ഹിസ് ഫ്യൂണറൽ സ്പീച്ച്, അവന്റെ ആ ശവസംസ്കാരം, ഫ്യൂണറൽ എന്ന് വെച്ചാൽ ശവസംസ്കാരം, സ്പീച്ച് എന്ന് വെച്ചാൽ പ്രസംഗം. ടു മേക്ക് ദ പീപ്പിൾ ടു ക്വസ്റ്റ്യൻ, അതായത് ആളുകളെ കൊണ്ട് ചോദ്യം ചെയ്യിക്കുവാൻ. എന്താണ്? ബ്രൂട്ടസ് ഹോണർ, അതായത് ബ്രൂട്ടസിന്റെ ആ മഹത്വത്തെ ചോദ്യം ചെയ്യിക്കുവാനായിട്ട് ആന്റണിക്ക് അവന്റെ ആ ഭാഷാശൈലി കൊണ്ട് അവന്റെ പ്രസംഗത്തിലൂടെ അവന് സാധിച്ചു. ബൈ റിപ്പീറ്റിംഗ് ദ ഫ്രേസ്, അതായത് അവൻ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്ന പദം ഏതാണ്? ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ, ബ്രൂട്ടസ് ഒരു മഹത്വമുള്ള വ്യക്തിയാണ് എന്ന് പറയുന്നത് തുടർച്ചയായി പറഞ്ഞുകൊണ്ട് അവൻ ആളുകളെ എന്ത് ചെയ്തു? നേരെ ബ്രൂട്ടസിന് എതിരാക്കി തീർത്തു. വൈൽ പ്രസന്റിംഗ് എവിഡൻസ് ഓഫ് സീസേഴ്സ് കൈൻഡ്നസ്, വൈൽ ആ സമയത്ത് തന്നെ പ്രസന്റിങ് ആളുകളുടെ മുൻപിൽ കാണിച്ചു കൊടുക്കുന്നു എവിഡൻസ് എന്ന് വെച്ചാൽ തെളിവ്, ഓഫ് സീസേഴ്സ് കൈൻഡ്നസ്, സീസറിന്റെ കൈൻഡ്നസ് എന്ന് വെച്ചാൽ ദയ. അപ്പൊ ആളുകളുടെ മുൻപിൽ സീസറിന്റെ ദയ കാണിച്ചു കൊടുത്തുകൊണ്ട് ബ്രൂട്ടസിനെതിരായി ഒന്നും പറയാതെ എന്നാൽ ജനങ്ങളെ കൊണ്ട് ബ്രൂട്ടസിനെതിരായിട്ട് തിരിക്കുകയാണ്. ഹി സ്റ്റപ്ലി ചേഞ്ചസ് ദ ട്രൂത്ത് ഓഫ് ബ്രൂട്ടസ് ആക്ഷൻ, അതായത് അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഹി സബ്സ്റ്റിലി എന്താണ് ചെയ്യുന്നത്? സബ്സ്റ്റിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെയിൻറ്റ്ലി, അല്ലെങ്കിൽ ഡെലിക്കേറ്റ്ലി, അല്ലെങ്കിൽ സ്ലൈറ്റ്ലി, അതായത് പയ്യെ പയ്യെ. ചലഞ്ചസ് ദ ട്രൂത്ത് ഓഫ് ബ്രൂട്ടസ് ആക്ഷൻ, അതായത് പയ്യെ 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 അദ്ദേഹം എന്ത് ചെയ്തു? സബ്സ്റ്റിലി പയ്യെ 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 ചലഞ്ചസ് എന്ത് ചെയ്യുന്നു? ചലഞ്ച് ചെയ്യുകയാണ്, വെല്ലുവിളിക്കുകയാണ് ദ ട്രൂത്ത് ഓഫ് ബ്രൂട്ടസ് ആക്ഷൻ, ബ്രൂട്ടസിന്റെ ഹൃദയത്തിൽ, അല്ലെങ്കിൽ ആ സത്യം, അവൻ ചെയ്ത പണിയുടെ യാഥാർത്ഥ്യം എന്താണെന്ന് ആളുകളെ ബോധ്യപ്പെടുത്തുന്നു. ദിസ് ക്ലവർ യൂസ് ഓഫ് ദ ഐറണി, ദിസ് ക്ലവർ യൂസ്, ഈ ക്ലവർ അതായത് ബുദ്ധിപൂർവ്വമുള്ള യൂസ് ഓഫ് ഐറണി, വിപരീത പദങ്ങൾ, ഹെൽപ്സ് ആന്റണി സ്റ്റിയർ സിമ്പതി ഫോർ സീസർ, ഇങ്ങനെ വിപരീത പദങ്ങൾ ഉപയോഗിച്ചുള്ള ആന്റണിയുടെ പ്രസംഗം ഹെൽപ്സ് സഹായിക്കുന്നു, സിമ്പതി ദയ, ഫോർ സീസർ സീസറിന്റെ മേൽ ദയ ഉണ്ടാക്കുവാനായിട്ട്, ആൻഡ് ടേൺസ് അതുപോലെ തന്നെ ടേൺസ് ആളുകളെ മാറ്റിയെടുക്കുന്നു, ദ ക്രൗഡ് എന്ന് വെച്ചാൽ ജനക്കൂട്ടത്തെ, എഗനസ്റ്റ് ദ കോൺസ്പിരേറ്റേഴ്സ്, എഗനസ്റ്റ് ഗൂഢാലോചന നടത്തിയവർക്ക് എതിരായിട്ട് ആളുകളെ എന്ത് ചെയ്യുവാനായിട്ട് സാധിക്കുന്നു? തിരിച്ച് എടുക്കുവാനായിട്ട് സാധിക്കുന്നു. എനിക്ക് തോന്നുന്നു ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായെന്ന്, ഈ 3 ക്വസ്റ്റ്യൻ ആൻസേഴ്സ് മനസ്സിലായെന്ന്. ഇനി നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് പോവുകയാണ്.